നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ കെനിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്ന് താമസിച്ച ലേക്ക് നൈവാഷ സിംബ ലോഡ്ജിൽ നിന്നും ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. ഇന്ന് ഞങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നക്കൂര തടാകത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന നക്കൂര നാഷണൽ പാർക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരെയാണ് അത്. നക്കൂര പാർക്കിലേക്ക് ഉള്ള വഴിമധ്യേ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ പുൽമേടുകളാൽ ചുറ്റപ്പെട്ട് മനോഹരമായ നക്കൂര തടാകം സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്ക് നക്കൂര തടാകം മുതൽ ചുറ്റുമുള്ള മലഞ്ചരിവുകളും മനോഹരമായ വരമ്പുകളും വരെയുള്ള വിശാലമായ പാരിസ്ഥിതിക വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളും ആസ്വദിക്കാനാകും. നക്കൂര പാർക്കിലേക്ക് കയറാനുള്ള പാസ് എടുക്കാൻ ഞങ്ങളുടെ ഗൈഡ് പോയിരിക്കുകയാണ്. ഇതിനുള്ളിൽ പാർക്കിന് അടുത്ത് കണ്ട ഒരു കരകൗശലശാലയിലേക്ക് ഞാൻ ആദ്യം കയറി. ഉടമസ്ഥരുടെ അനുവാദത്തോടെ അതിനുള്ളിൽ വശം ഞാൻ ചിത്രീകരിച്ചു. തികച്ചും വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചാണ് ഈ കരകൗശലശാല പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഒന്നിൻ്റെയും ആവശ്യം ഇല്ലല്ലോ. പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ കടയുടെ പിന്നിൽ ഉള്ള വളരെ പരിമിതമായ സ്ഥലത്ത് തന്നെയാണ് നിർമ്മിക്കുന്നത്. അവിടെ ഞാൻ പോയി ഒന്ന് ചിത്രീകരിക്കാമെന്ന് തീരുമാനിച്ചു. തികച്ചും യാതൊരുവിധ യന്ത്രസാമഗ്രികളുടെ സഹായം ഇല്ലാതെ കൈക്കൊത്തുപണികളോടി ആണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒറ്റത്തടിയിൽ ഒരു കഥ രചിക്കുകയാണ് ഇദ്ദേഹം. ഇവരുടെ കഴിവുകളെ വേണം നമുക്ക് ആദ്യം ഒന്ന് അംഗീകരിക്കേണ്ടത്. സ്ഥലപരിമിതിയാണ് പ്രധാന കാരണം. നോക്കുക, കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ ഏത് സാഹചര്യത്തിലാണ് ഇവരുടെ കലാസൃഷ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും നല്ല പ്രാഗൽഭ്യരായ കലാകാരന്മാർ തന്നെ ഇവരാകപ്പാടെ ഉപയോഗിക്കുന്നത് കൈക്കോട്ട്, ചെറിയ ഉളികൾ, ആരം മുതലായവ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലായത്, ഈ ശില്പങ്ങൾ എല്ലാം ഒറ്റത്തടിയിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് എനിക്ക് കൂടുതൽ അത്ഭുതം തോന്നിയത്. യാതൊരുവിധ പശകളോ അല്ലെങ്കിൽ ആപ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കാതെ ഒറ്റത്തടിയിൽ തീർക്കുന്ന ഈ ശില്പങ്ങളുടെ ശില്പികളെ ഒന്ന് അംഗീകരിക്കുക തന്നെ വേണം. വളരെ അത്ഭുതത്തോടു കൂടി മാത്രമാണ് എനിക്കിതെല്ലാം കാണാനും മനസ്സിലാക്കാനും സാധിച്ചത്. അവർക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു. സമയപരിമിതി കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചിത്രീകരിക്കാൻ സാധിച്ചില്ല. അത് ഇനി മറ്റെവിടെയെങ്കിലും ചെല്ലുമ്പോൾ കാണാം അല്ലെങ്കിൽ ചിത്രീകരിക്കാം എന്ന ആഗ്രഹത്തോടെ, എന്ന ഉദ്ദേശത്തോടെ വീണ്ടും ഞങ്ങൾക്ക് പുറപ്പെടാനുള്ള പാർക്കിൻ്റെ സൈഡിലേക്ക് വന്നു. ഇതിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഗൈഡ് പാസുമായിട്ട് എത്തിച്ചേർന്നിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആ ലേക്ക് നക്കൂര നാഷണൽ പാർക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് താല്പര്യപ്പെട്ടു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ നവാസ്, അദ്ദേഹം സ്റ്റെതസ്കോപ്പിനേക്കാൾ കൂടുതൽ പ്രേമിച്ചിരുന്നത് ക്യാമറയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന ക്യാമറ പ്രാഗൽഭ്യം ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിമനോഹരമായ ക്ലിക്കുകളാണ് അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുന്നതും എടുക്കുന്നതും. യാത്രയിലുടനീളം ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ കുട്ടികൾ അവരും കൈവീശി ഞങ്ങൾക്ക് യാത്രയായി തന്നു. പാർക്കിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഞങ്ങളെല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഇനി കയറാനുള്ളത്. ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് എല്ലാവരും കയറിയിരിക്കുന്നത്. ഒരു വണ്ടിയിൽ 5 വീതം, മറ്റൊരു വണ്ടിയിൽ 6. അങ്ങനെ 5 5 10 6 16 പേരാണ് ഞങ്ങൾ ഇറങ്ങുന്ന ഗ്രൂപ്പ്. 3 വണ്ടിയിലായിട്ടാണ് പാർക്കിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1754 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റാഫ്റ്റി വാലി തടാകങ്ങളിൽ ഒന്നാണ് നക്കുരു തടാകം. നക്കുരുവിന് തെക്ക് കെനിയയിലെ വിള്ളൽ താഴ്വരയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. നക്കുരു നാഷണൽ പാർക്ക് തടാകത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നക്കുരു ദേശീയോദ്യാനം 1961 നക്കുരു പട്ടണത്തിനടുത്തുള്ള തടാകത്താൽ ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പാർക്ക്. ആയിരക്കണക്കിന്, ചിലപ്പോൾ ദശലക്ഷക്കണക്കിന് അരയന്നങ്ങൾ തീരത്ത് കൂടുന്നത് ആണ് അറിയപ്പെടുന്നത്. പാർക്കിലേക്ക് കയറിയതും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അത് വന്യമൃഗങ്ങളെ കാണണമെന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണല്ലോ ഞങ്ങൾ ഗ്രൂപ്പിലെത്തിയത്. ഈ യാത്ര തന്നെ വന്നതിന് വേണ്ടിയാണല്ലോ. ആദ്യമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ. വളരെ ആകാംക്ഷയോടു കൂടിയാണ് എല്ലാവരും അത് കണ്ടതും ചിത്രീകരിച്ചതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അരയന്നങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ തടാകം. തടാകത്തിലെ അരയന്നങ്ങളുടെ എണ്ണവും വെള്ളവും ഭക്ഷണ സാഹചര്യങ്ങളെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു.
കൂടാതെ ജിറാഫുകളെയും കറുപ്പും വെളുപ്പും നിറത്തിലുള്ള കാണ്ടാമൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിനായി അതോടൊപ്പം മറ്റുള്ള മൃഗങ്ങളെയും ഒരു സാങ്കേതികമായി തടാകത്തിന് ചുറ്റും 188 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു പ്രദേശമാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രദേശത്തൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഒരു സീബ്ര, ഒരു ഒറ്റയാൻ സീബ്രയാണോ എന്നെനിക്കൊരു ഡൗട്ട് തോന്നി. അല്ല, അല്പം ദൂരം മാറി ഇവൻ്റെ കൂട്ടം ഉണ്ട്. കൂട്ടത്തിൽ നിന്ന് ഇവനെ തള്ളിവിട്ടതാണോ? ഒരു സംശയം. ഇല്ല, അവൻ അവൻ്റെ ഗ്രൂപ്പിലേക്ക് ചേരുന്നുണ്ട്. ഇവിടെ വന്ന് ഇവൻ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യുന്നത്? ഇവനെ അവർ ഇറക്കി വിട്ടതാണ്, കൂട്ടം തെറ്റി അവനെ ഓടിച്ചു വിട്ടതാണോ? ഇവന് കൂട്ടുകാരായിട്ട് ആരും തന്നെ കാണുന്നില്ല. ഭയപ്പാടൊന്നും ഇല്ലാതെയാണ് അവൻ നിൽക്കുന്നത്. ധൈര്യശാലി തന്നെ ഒറ്റയ്ക്കാണെങ്കിലും. അവൻ അതിനോടൊപ്പം തന്നെ അവൻ കൂട്ടത്തിലേക്ക് ചേരുന്നു. ഞങ്ങൾ അതിനുശേഷം യാത്ര വീണ്ടും തുറന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ലക്ഷ്യം ആ തടാകവും അവിടെ അരയന്നങ്ങൾ കൂട്ടലുമാണല്ലോ. അതിനുള്ളിൽ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് മാക്സിമം കാണാം, പകർത്താം എന്ന് വിചാരിച്ചു. സീബ്രകളുടെ ഈ റോഡ് ക്രോസിംഗ് ഒരു സാധാരണ കാഴ്ചയായി മാറി. ആദ്യം ഈ സീബ്രകളെ കണ്ടപ്പോൾ വളരെ ആകാംക്ഷയോടു കൂടിയാണ് കണ്ടതും നോക്കിയതും ചിത്രീകരിച്ചതും. ഇപ്പോൾ ഇതൊരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. റോഡ് ക്രോസ് ചെയ്യുക എന്നത് ഇവകളുടെ ഒരു വിനോദമാണോ എന്നെനിക്ക് സംശയം. നമ്മൾ വാഹനങ്ങളും പതുക്കെ നീങ്ങുന്നുള്ളൂ. അവരുടെ സഞ്ചാരത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാറില്ല. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ അല്പം മുമ്പ് എൻ്റെ ശബ്ദം മ്യൂട്ട് ചെയ്തത്. അത് ഈ പാർക്ക് മുഴുവനും ഒരു നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്നുണ്ട്. അപൂർവ വന്യമൃഗങ്ങൾ എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നെറ്റ്വർക്ക് മുഖാന്തരം വയർലെസ്സിലൂടെ ഓരോ വാഹനത്തിലും ആ മെസ്സേജ് എത്തും, അതിൻ്റെ സ്പോട്ടിൻ്റെ വിവരങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള. അതനുസരിച്ച് വാഹനങ്ങൾ ആ സ്പോട്ടിൽ വേഗത്തിലെത്തും. ഈ പാർക്കിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കും അതിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു മാൻകൂട്ടം. ഇതിൻ്റെ പശ്ചാത്തലം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മനുഷ്യവാസം വളരെ വിദൂരമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വിദൂരമല്ലാത്ത അകലത്തിൽ ഉണ്ട് എന്ന്. ആയതിനാൽ ഈ പാർക്കിൽ അപകടകാരികളായ സിംഹം, പുലി, കടുവ, ആന തുടങ്ങിയ മൃഗങ്ങളെ കാണാൻ അപൂർവമായിരിക്കും. വെളുത്ത കാണ്ടാമൃഗങ്ങൾക്ക് ഒരു സങ്കേതം നൽകുന്നതിനായി, ഒരു സംരക്ഷിത സങ്കേതം നൽകുന്നതിനായി അടുത്തിടെ പാർക്ക് ഭാഗികമായി ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉദ്യമത്തിന് ഒരു വേലി, കമ്പിവേലിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ആ വേലി കെട്ടുകയും ചെയ്തു. വന്യജീവികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിന് പകരം വേട്ടക്കാരെ തടയാൻ കൂടി വേണ്ടിയായിരുന്നു അത് ചെയ്തത്. ഈ നക്കൂര തടാകത്തിൻ്റെ തെക്ക് കിഴക്കൻ അതിർത്തിയിൽ സോയ സാംബു സംരക്ഷണ കേന്ദ്രത്തിനോടൊപ്പം 12 കിലോമീറ്റർ നീളത്തിൽ മറ്റൊരു പാർക്ക് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ കാണ്ടാമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ വികാസത്തെയും നൈവാഷ തടാകത്തിലേക്കുള്ള ഏക വന്യജീവി ഇടനാഴിയുടെയും പ്രതിനിധീകരിക്കാൻ വേണ്ടിയുള്ളതാണത്. വീണ്ടും സീബ്ര. ഇതെന്ത് സംഭവിച്ചു? സീബ്രകളുടെ സ്റ്റേറ്റ് സമ്മേളനമാണോ? എവിടെ നോക്കിയാലും നിൽക്കുന്നു. എന്നെ ഒന്ന് ഫോട്ടോ എടുക്കുക എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സീബ്രയെ കണ്ടോ? ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന ആ നക്കോരു തടാകവും ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് അയൽപക്കത്തുള്ള എലിമെന്റ് തടാകവും നൈവാഷ തടാകവും തമ്മിൽ ചേർന്ന് ആഴത്തിലുള്ള ഒരു ശുദ്ധജല തടാകമായിരുന്നു. യാത്രാമധ്യേ കണ്ട ചില കുസൃതി തരങ്ങളാണ് എൻ്റെ ക്യാമറ പകർത്തിയതാണ് ഇത്. പിൽക്കാലത്ത് നക്കൂരു തടാകത്തിലെ ജലനിരപ്പ് ഗണ്യമായി വ്യത്യാസപ്പെട്ടിരുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ തടാകം പലതവണ വറ്റി വരണ്ടിട്ടുണ്ട്. 1990കളുടെ തുടക്കത്തിലാണ് ഏറ്റവും വലിയ ഗണ്യമായ ഇടിവ് സംഭവിച്ചത് ജലനിരപ്പിൽ. 2013 ഈ ജലനിരപ്പ് വീണ്ടും അതിവേഗം വർദ്ധിച്ചു. എങ്കിലും ഭക്ഷണ ശേഖരണത്തിനായി നിരവധി അരയന്നങ്ങൾ ബൊഗോറിയ തടാകത്തിലേക്ക് കുടിയേറുന്നതിലേക്ക് ഇത് നയിച്ചു. തടാകത്തിലെ വെള്ളം ഉയരുന്ന അനുസരിച്ച് 2010നും 2020നും ഇടയിൽ നകുരു തടാകത്തിൻ്റെ ഉപരിതല വിസ്തീർണം 40 മുതൽ 68 ചതുരശ്ര കിലോമീറ്റർ ആയി വർദ്ധിച്ചു. 677 വീടുകളും നകുര പട്ടണത്തിൻ്റെ ചില ഭാഗങ്ങളും
ചില നാഷണൽ പാർക്ക് പ്രദേശങ്ങളും വെള്ളത്തിന് അടിയിലായ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തടാകത്തിൻ്റെ ഒരു കരയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ആ അരയന്നങ്ങളുടെ വാസസ്ഥലത്ത് എത്തണമെങ്കിൽ ഇനിയും ഒരു ഏകദേശം 5 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ തന്നെ ഉയർത്താനാണ് അല്ലെങ്കിൽ കാണിച്ചു തരാനാണെങ്കിൽ ഈ എപ്പിസോഡ് നീണ്ടുപോകും. ആയതിനാൽ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. ഈ പാർക്കിൽ ഞാൻ കണ്ട മനോഹരമായ അല്ലെങ്കിൽ അത്ഭുതം തേടുന്ന മറ്റു പല കാഴ്ചകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.